നാട്ടുകാരുടെ മഹാചട്ടമ്പി. എനിക്ക് നമുക്ക് പേരൊന്നും അറിഞ്ഞൂടാ. നമ്മള് ഇവരിവിടെ നാട്ടുകാരിയൊന്നുമില്ല, ഇവിടെ വന്ന് വാങ്ങിച്ച്. പക്ഷെ ഇവിടെ വീട് വെച്ച് ബേസ്മെന്റ് കെട്ടുമ്പോഴത്തേക്ക് ആ മരുമോള് കുട്ടി വെള്ളം ഒഴിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ബേസ്മെന്റിൽ വെള്ളം ഒഴിക്കുക, തോട്ടിൽ നിന്നാണ് വെള്ളം കോരി ഒഴിച്ചിട്ടുള്ളതൊക്കെ. ഇപ്പൊ ഈ മീഡിയയിലൊക്കെ വന്നപ്പോഴല്ലേ കാര്യം ഇവള് ഇത്രമേൽ അവിടെ ഇതിനകത്തിട്ട് ഇതിനെ ഈ കുട്ടിയെ ഇങ്ങനെ വേണ്ടി ചെയ്തു എന്നുള്ളത് ഞങ്ങൾ അതിനുശേഷമല്ലേ അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് വിറയലാണ്. പിടിച്ചാൽ പറ്റില്ല, ഇവളെ ഇവിടെ നിന്ന് ഓട്ടിക്കണം. ഇതിനകത്ത് ഞങ്ങൾ താമസിപ്പിക്കില്ല ഇവളെ. അയ്യോ ഭയങ്കര ബഹളമാണ്. ഭർത്താവിനെയാണ് വിളിക്കണ കേട്ടിട്ടുള്ളത്, വെളിയിൽ നിന്ന് ഭർത്താവിനെ വിളിക്കണ കേട്ടിട്ടുണ്ട്. പെങ്കൊച്ചിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല പെങ്കൊച്ചിനെ. പക്ഷെ 2 കൊച്ചുങ്ങളെയും കൊണ്ട് നേഴ്സറിയിൽ വിട്ടിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു കൊച്ചിനെ കൊണ്ടൊന്ന് നേഴ്സറി വിടും, ഒരു കൊച്ചിന് 5 വയസ്സായി, മൂത്ത കൊച്ചിന് 5 വയസ്സായി. ആ കൊച്ചിനോട് ചോദിച്ചാൽ അന്നത്തെ സംഭവങ്ങൾ എന്താണെന്ന് ആ 5 വയസ്സായ കൊച്ചിനോട് ചോദിച്ചാൽ എന്തായാലും ആ കൊച്ചിനെ അറിയാൻ പറ്റും. ഉപദ്രവം. അത് ഗർഭിണിയായിരുന്നപ്പോഴത്തേന് നമ്മളൊക്കെ ഇവിടുത്തെ അയൽവാസിയാണ്. ഞങ്ങൾ ഈ തോട് വർഷം തോറും ഞങ്ങൾ ക്ലീൻ ചെയ്യണതാണ്. അപ്പൊ ഈ നിൽക്കുന്ന എല്ലാവരും ഞങ്ങൾ ഇവിടെ ജോലിക്ക് വന്നാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ ഞങ്ങളെ ഒരു പള്ളു വിളിച്ച് ഇന്നലെ അതൊക്കെ പോട്ടെ. ഞങ്ങൾ ഈ കുട്ടി ഗർഭിണിയായിട്ടിരുന്ന് 2ാമത്തെ കൊച്ചിനെ ഗർഭിണിയായിരിക്കുമ്പോൾ നനകല്ലിൽ നനച്ചോണ്ട് നിൽക്കുമ്പോഴത്തേന് ചട്ടുകം വെച്ച് അടിച്ചു കൊടുത്തു ഈ ഗർഭിണി കൊച്ചിന്റെ. നമ്മളൊന്നും ഇതൊന്നും അറിഞ്ഞില്ല. പക്ഷെ പിന്നീട് ആ കുട്ടി അടുത്ത തൊട്ട വീട്ടിലെ ഒരു കുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞത് കാണിച്ചു കൊടുക്കുക വരെ ചെയ്തെന്നാണ് പറയുന്നത്. നമ്മൾ അറിഞ്ഞില്ല. ഇപ്പൊ ഈ സംഭവം രൂക്ഷമായപ്പോഴാണ് നമ്മളൊക്കെ ഇതെല്ലാം അറിയണത്. പിന്നെ ബാക്കി ഈ അവളെ ഭർത്താവിനെ പള്ളു വിളിക്കുന്നതും മോനെ സാക്ഷിക്കൊന്നുമില്ല. ഈ കുട്ടിയെ ശരിക്ക് ഉപദ്രവിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വക വെച്ചാ പിന്നെ അതിന് കൊടുക്കൂല. കരിഞ്ഞു പോയെന്നും വെന്തു പോയെന്നും നിസ്സാര കാര്യത്തിനാണ് ഈ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. നിസ്സാര കാര്യങ്ങൾ. ഇപ്പോൾ 2 മാസം എന്തോ ആയി അതിൻ്റെ സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് വന്ന് 12 ദിവസമായിരുന്നു ഈ കുട്ടിക്ക് ആഹാരം കൊടുത്തിട്ട്.